രണ്ടെണ്ണോ? ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ചാനൽ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തേരെ. നല്ല കിടിലം വീഡിയോസ് ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അന്നേരം നമ്മൾ കാസ്റ്റിങ്ങിനായിട്ട് പോവുകയാണ്. അന്നേരത്തേക്ക് അവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളും നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് കരുതി. അതെല്ലാം കഴിഞ്ഞ് തൻ്റെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് തൻ്റെ രണ്ട് കൂട്ടുകാർ കായലിൻ്റെ തീരത്തിരുന്ന് ഓർമ്മകൾ അഴിവറക്കുന്നു. നമ്മൾ നോക്കുകയും ചെയ്തു എന്താടാ ഇങ്ങോട്ട് വന്നതെന്നായിരിക്കും. അതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ വെച്ച് പിടിച്ചു നമ്മുടെ സ്പോട്ടിലേക്ക്. ഫസ്റ്റ് നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ ചൂണ്ട കറക്കി എറിഞ്ഞു. നമുക്കറിയാമായിരുന്നു ചൂണ്ട കറക്കി ഇറങ്ങിയിട്ട് കാര്യമില്ലെന്ന്. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ മീൻ പിടിച്ച് കയറ്റി കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം കേട്ടോ. പിന്നൊന്നും നോക്കി നമ്മൾ അനക്കം നോക്കി വലയെടുത്തങ്ങ് വീശി. അപ്പോൾ നമ്മൾ ആദ്യത്തെ അറ്റൻറ്റ് നൈസായിട്ട് പാളിപ്പോയി. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, വലയെടുത്തങ്ങ് വീശി. അപ്പോഴാണ് അത് സംഭവിച്ചത് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ അതിൻ്റെ മീനെ ഇടവും ബലവും അനങ്ങാൻ പറ്റാത്ത പൂട്ടിയിട്ടുണ്ട്. ഇനി ഏത് മീനാണ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മാത്രം കണ്ടാൽ മതി. വല നികത്തി പൊക്കിയെടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കൊരു വെടിച്ചിൽ ഐറ്റം തന്നെയാണ് കിട്ടിയത്. ഈ വെടിക്കകത്ത് ഇനിയും കുറേ ടെസ്റ്റുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളിപ്പോൾ ആകാംക്ഷയുടെ മുൻമുനയിലാണെന്ന് എനിക്കറിയാം. ഈ ആകാംക്ഷയുടെ മുൻമുനയിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സീൻ കണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ചൂണ്ടിട്ടിട്ട് കാര്യമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ജീവനുള്ള ഞുണ്ണയില്ലായിരുന്നു. ഞുണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചാടി പിടിക്കത്തുള്ളൂ. രണ്ടെണ്ണോ? അപ്പോൾ നമുക്ക് വാഹ അടിച്ചിരിക്കുകയാണ്. രണ്ട് കിടിലം വാഹ. ഗൈസാൻ്റെ അപ്പോൾ ഒറ്റ വിഷയിൽ തന്നെ രണ്ട് വാഹ കയറിയിരിക്കുകയാണ്. അപ്പം നേരം പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, മൂന്നാമത്തെ വല അങ്ങ് വീശി. പക്ഷേ ഉന്നം തെറ്റി വല പോയി മരത്തിൻ്റെ കൊമ്പയിലിരുന്നു. പിന്നെ നമ്മൾ വിട്ടുകൊടുക്കുമോ, അത് വലിച്ചെടുത്തിട്ട് തന്നെ ബാക്കി കാര്യം നമ്മൾ കരുതി. നമ്മൾ ഈ മീൻ പിടിക്കുന്നതും വീഡിയോ എടുക്കുന്നതും എല്ലാം നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് അതിനകത്ത് ഉണ്ടാവണം. ഇപ്പോൾ സംസാരിച്ച് നേരെ പോയത് അറിഞ്ഞില്ല. ഇപ്പം നമ്മൾ നാലാമത്തെ വല വീശാൻ പോയാണ്. നാലാമത്തെ വലയിൽ എന്തോ ഉടക്കിയത് കണ്ട് നമ്മൾ വലിച്ചെടുത്തപ്പോഴാണ് കണ്ടത് താണ്ടെ വേറൊരു ഐറ്റം. അപ്പോൾ നമ്മൾ മീനും വലയെല്ലാം കൂടി പൊക്കിയെടുത്തു. വല തിരിച്ച് മീനെ എടുക്കുന്ന രംഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ടോട്ടൽ 3 വാഴയാണ് പിടിച്ചു കയറ്റിയിട്ടുള്ളത്. നല്ല അടിപൊളി വാഴയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എനിക്ക് പിന്നെ മീൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗന്ദര്യം നോക്കി ഇരിക്കണം. അതിൻ്റെ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മീനിൻ്റെ സൗന്ദര്യം നോക്കി സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ 5ാമത്തെ വല നമ്മളങ്ങ് വീശി. അങ്ങനെ നമ്മൾ വലയും മീനും കൂടി പിടിച്ച് കയറ്റിയിരിക്കുകയാണ് ഗായ്സ് കണ്ടപ്പോൾ നമ്മൾ 4ാമത്തെ മീൻ പിടിച്ച് കയറ്റിയിരിക്കുകയാണ് അതിസാഹസികമായിട്ട്. പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളും നമ്മുടെ വീഡിയോയ്ക്ക് വേണം. പിന്നെ എന്തെങ്കിലും പോരായ്മകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. പിന്നെ ഇതിലും കിടിലും വീഡിയോസ് നമ്മുടെ ചാനലിൽ പുറകെ വരുന്നുണ്ട്. പിന്നെ കരിമീൻ പിടിക്കുന്ന വീഡിയോസും പിന്നെ മീൻ സിമ്പിളായിട്ട് പിടിക്കുന്ന ട്രിക്കുകളും പിന്നെ കരിമീൻ എന്തേരം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടികൂടാം എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. സ്പോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു മത്സ്യവളർത്ത കേന്ദ്രമുണ്ട്, നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ 4 വാഹകളുമായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടിട്ട് കറങ്ങിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ നല്ല വാഹക്കറിയും വാഹ വറുത്തതും നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ചോറ് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സൂപ്പർ. നമുക്ക് മീനൊന്ന് പിടിച്ച് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ. വറുത്തത് നോക്കട്ടെ, വറുത്തത്.
ഭർത്താവിനെ കഴിഞ്ഞില്ല. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.